വേനൽക്കാലത്ത് കഴിക്കാൻ നമുക്ക് പച്ചമാങ്ങ. അപ്പോൾ ഗുണങ്ങൾ അറിയുന്നത് നല്ലതല്ലേ പച്ചമാങ്ങയുടെ? എല്ലാവർക്കും മാമ്പഴം ഇഷ്ടമാണ് അല്ലേ? അതിഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ആരോഗ്യത്തിന് നല്ലതാണ് മാമ്പഴം. പല രീതിയിൽ നമുക്ക് മാമ്പഴം പരീക്ഷിക്കാം. പല റെസിപ്പീസ് നമുക്ക് ട്രൈ ചെയ്യാം. വേനൽക്കാലത്ത് നമുക്ക് ധാരാളം ജ്യൂസസാണ് കുടിക്കാൻ തോന്നുക. അതിൽ ഏറ്റവും ബെസ്റ്റ് ജ്യൂസാണ് ആംക പന്ന. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ. ക്ഷീണമൊക്കെ മാറും കേട്ടോ. അപ്പോൾ പച്ചമാങ്ങയുടെ ഗുണങ്ങളെ കുറിച്ചിട്ട് ആർക്കും അത്ര ധാരണ ഉണ്ടാവില്ല. നല്ല ദഹനത്തിന്, അതുപോലെ ഗ്യാസ്, അസിഡിറ്റി, ഇതിനൊക്കെ വളരെ നല്ലതാണ് പച്ചമാങ്ങ. അപ്പോൾ നാരുകൾ ധാരാളം ഉള്ള കാരണം ദഹനം മെച്ചപ്പെടും. അതുകൊണ്ട് ദഹനം മെച്ചപ്പെടുമ്പോഴും തടി കുറയ്ക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ വളരെ കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയാണ് പച്ചമാങ്ങയിൽ ഉള്ളത്. വിറ്റമിനുകളോ ധാരാളമുണ്ട്. ഫൈബർ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വിറ്റമിൻ, ധാതുക്കൾ, അയൺ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, വിറ്റമിൻ എ, B6, C, K, അങ്ങനെ എല്ലാമുണ്ട് നമ്മുടെ പച്ചമാങ്ങയിൽ. വളരെ കുറഞ്ഞ ഗ്ലൈസമിക് സൂചിക അടങ്ങിയൊരു പഴമാണ് മാങ്ങ. മാമ്പഴത്തിലെ നാരുകൾ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ ആഘാതം കുറയ്ക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഗുണങ്ങളും നോക്കാം. പൊട്ടാസ്യം, മാഗ്നീഷ്യം, ഫോസ്ഫറസ്, വിറ്റമിൻ സി, കാൽസ്യം, അയൺ, ഇത് ധാരാളമുള്ള കാരണം വേനൽക്കാലത്ത് നമുക്ക് അമിതമായി വിയർക്കുമല്ലോ, ഭയങ്കര ക്ഷീണമായിരിക്കും. ആ ക്ഷീണം മാറ്റാൻ വളരെ നല്ലതാണ് പച്ചമാങ്ങ. അതിലൊരു ബെസ്റ്റ് ജ്യൂസാണ് ആംക പന്ന. ഇത് വേവിച്ചിട്ട് ചെയ്യുന്നതാണ്. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. 10 മിനിറ്റ് കൊണ്ട് ആംക പന്ന ഉണ്ടാക്കാം. ഞാൻ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് കേട്ടോ. എന്ത് ക്ഷീണം മാറും അറിയോ നമുക്ക്? ഇത് ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല എനർജറ്റിക് ഒരു ഡ്രിങ്കാണ്. പിന്നെ വിറ്റമിൻ സി, എ ധാരാളം ഉണ്ടല്ലോ പച്ചമാങ്ങയിൽ. അപ്പോൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ സഹായിക്കും. നമുക്ക് ബാക്ടീരിയ മൂലമാണ് ജലദോഷം, പനിയൊക്കെ ഉണ്ടാവുക. അതൊന്നും ഇല്ലാതിരിക്കാൻ പച്ചമാങ്ങ നമ്മളെ സഹായിക്കുന്നുണ്ട്. കൊളാജിൻ്റെ നിർമ്മാണത്തിന് വിറ്റമിൻ സി അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ പച്ചമാങ്ങ ധാരാളം കഴിക്കുന്നത് കൊളാജിൻ്റെ അളവ് കൂട്ടുകയും എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും. ധാരാളം ഫൈബർ അടങ്ങിയതുകൊണ്ട് പച്ചമാങ്ങ നമുക്ക് പലതരത്തിൽ സഹായിക്കുന്നുണ്ട്. അതിലെ വിറ്റമിൻ സി ധാരാളം അടങ്ങിയത് കാരണം കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെ സഹായിക്കുന്നുണ്ട്. മാങ്ങയിൽ ഉള്ള മാഗ്നീഷ്യം രക്തസമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു. പിന്നെ വിറ്റമിൻ എ ധാരാളമുള്ള കാരണം കാഴ്ചശക്തി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും, മുടിക്ക്, എല്ലിന്, കാഴ്ചശക്തി, അങ്ങനെ എല്ലാറ്റിനും നല്ലതാണ് നമ്മുടെ പച്ചമാങ്ങ. അപ്പോൾ പച്ചമാങ്ങ വേനൽക്കാലത്ത് നമുക്കുണ്ടാകുന്ന പ്രശ്നമാണല്ലോ, ചൂട് കൂടുമ്പോൾ ഈ കുരുക്കളൊക്കെ ഉണ്ടാവും. അതില്ലാതിരിക്കാനും വളരെ നല്ലതാണ്. അല്ലെ, പ്രഗ്നൻ്റ് ആയ സ്ത്രീകൾക്ക് മോർണിംഗ് സിക്നെസ് ഉണ്ടാവും. അപ്പോൾ ഒരു പീസ് പച്ചമാങ്ങ കഴിച്ചു നോക്കൂ, വളരെ നല്ലതാണ്. ഇത് നമ്മുടെ അങ്കമാലി കറിയാണ് കേട്ടോ. പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു കറിയാണ്. നാളികേര പാലിൽ വേവിച്ചിട്ട്, പച്ചമാങ്ങ വേവിച്ചിട്ട് അവരുടെ കല്യാണത്തിന് തലേദിവസം ഉണ്ടാക്കുന്ന കറിയാണ്. നല്ല ടേസ്റ്റ് കറിയാണ് ഇത്. അപ്പോൾ എന്തെല്ലാം ഉണ്ടാക്കാം അല്ലേ? ഫ്രഷ്, നമ്മുടെ കേരളത്തിലെ ഒരു ഒരു അനുഗ്രഹമാണ് ഇത്. പച്ചമാങ്ങ ചമ്മന്തി, ഇത് നാളികേരം കൂട്ടി ചമ്മന്തി, അങ്ങനെ ഒരുവിധം എല്ലാ റെസിപ്പീസും ഞാൻ പച്ചമാങ്ങ കൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുമല്ലോ. ഇനി നമുക്ക് പച്ചമാങ്ങയെക്കുറിച്ചിട്ട് എന്തൊക്കെ പറയണം അല്ലേ? വേനൽക്കാലത്ത് മാങ്ങ കഴിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് കഴിച്ചാലും വേനൽക്കാലം ആസ്വദിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. എല്ലാ കാലത്തിനും അതിൻ്റേതായ പ്രത്യേകത ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ചും വേനൽക്കാലം അവധിക്കാലമാണല്ലോ. അപ്പോൾ പച്ചമാങ്ങ കഴിക്കാത്ത കുട്ടികളും ഉണ്ടാവില്ല. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഒരു ബാല്യകാലം ഉണ്ടാവില്ല. ഒരു മാങ്ങയും ഒരു മാവും ഒക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അത്രയും അധികം പോഷക മൂല്യമാണ്. പച്ചയ്ക്ക് കഴിക്കാനും പാകം ചെയ്ത് കഴിക്കാനും ഒക്കെ വളരെ നല്ലതാണ് പച്ചമാങ്ങ. ഒരു മാങ്ങ ഉണ്ടായാൽ ഒരു അമ്മ ഒരു വീട്ടിലത്തെ പല കറികളും ഉണ്ടാക്കും അല്ലേ? മാങ്ങയും ചക്കക്കുരുവും മുരിങ്ങക്കായും, അതുകൊണ്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെ പല പല വിഭവങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ അത്രയും ഗുണകരമായ പച്ചമാങ്ങയും നമ്മൾ നഷ്ടപ്പെടുത്തണ്ട കേട്ടോ. മാവും നഷ്ടപ്പെടുത്തണ്ട എന്നാണ് ഞാൻ പറയാം. നമ്മുടെ മുടിക്കിൽ വളരെ നല്ലതാണ് പച്ചമാങ്ങ.
മുടിയുടെ വളർച്ച നന്നായിട്ട് ഉത്തേജിപ്പിക്കുകയും തലയോട്ടിലെ ആരോഗ്യം നിലനിർത്താനും പച്ചമാങ്ങ സഹായിക്കുന്നു. മാംഗോൻ്റെ നല്ല കോട്ട്സ് നോക്കാം കേട്ടോ. ലൈഫ് ഈസ് ജസ്റ്റ് ബെറ്റർ വിത്ത് എ സ്ലൈസ് ഓഫ് മാംഗോ. മാംഗോ സീസൺ ഈസ് ദി ഹാപ്പിയസ്റ്റ് ടൈം. ശരിയല്ലേ? പിന്നെ മാംഗോ പോലെ സ്വീറ്റ് ആണെന്ന് പറയുന്നത്. സ്വീറ്റ് ആസ് എ മാംഗോ, ബോൾഡ് ആസ് ഇറ്റ്സ് കളർ. അല്ലേ? ഒരു ഫാൻറ്റസ്റ്റിക് കളറാണ് മാംഗോൻ്റെ. നമ്മുടെ സ്നേഹത്തിൻ്റെ ഭാഷ തന്നെയാണ് മാംഗോസ്. മാംഗോസ് ആർ മൈ ലവ് ലാംഗ്വേജ്. ഫൈൻഡിങ് പാരഡൈസ് ഇൻ എവറി മാംഗോ ബൈറ്റ്. അതും കറക്റ്റാണ്. ഒരു സംഭവം തന്നെയാണല്ലേ. സമ്മേഴ്സ് ആർ ഫോർ മാംഗോസ് ആൻഡ് നൊസ്റ്റാൾജിയ. അതും കറക്റ്റാണ്. മാവും മാങ്ങയും കാണുമ്പോൾ നമ്മൾ മറക്കാതെ ഇരിക്കുമോ? എന്തെല്ലാം ഓർത്ത് വരും അല്ലേ? ബി ആസ് സോഫ്റ്റ് ആസ് എ മാംഗോ. മാംഗോ പോലെ സോഫ്റ്റ് ആവുക, പക്ഷേ ആസ് സ്ട്രോങ് ആസ് എ സ്റ്റോൺ ഓൺ ദി ഇൻസൈഡ്. അല്ലേ? എന്ത് സ്ട്രോങ് ആ ഇൻസൈഡ്. അപ്പോൾ അതുപോലെ നമ്മളാവുക. എല്ലാവർക്കും എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ നല്ലൊരു മാമ്പഴക്കാലം എല്ലാവർക്കും ഇനിയും ഉണ്ട് കേട്ടോ, കഴിയാറായിട്ടില്ല. നേർന്നുകൊണ്ട് എല്ലാ റെസിപ്പീസും ട്രൈ ചെയ്യുക. മാങ്ങ നന്നായി ഉപയോഗിക്കുക. പഴുത്ത മാങ്ങ നല്ല സ്വാദോടെ കഴിക്കുക. നല്ല മാവുകൾ വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇതിലും നല്ലൊരു വീഡിയോ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹാവ് എ നൈസ് ഡേ.